നമ്മുടെ മനസ്സിനെ നമ്മൾ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കുറവായിട്ട്. ഞാനാകെ തകർന്നു പോയി, ഞാനാകെ തളർന്നു പോയി, എനിക്കിനി മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല, ഞാൻ സഞ്ചരിക്കുന്ന എല്ലാ വാതിലുകളും അടയ്ക്കപ്പെടുകയാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോകുകയാണ്, ഓരോ ദിവസവും ടെൻഷൻ കൂടി വരികയാണ്, എനിക്ക് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല, എൻ്റെ ജീവിതം തകർന്നടിയുകയാണ്, ഞാൻ കാണുന്ന കാഴ്ചകളിലും ഞാൻ അനുഭവിക്കുന്ന വേദനകളിലും ഓരോ ചിന്തകളിലും നെഗറ്റീവായി മാത്രം കാണാനും കേൾക്കാനും സാധിക്കുന്നു. ഒത്തിരി ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ അനുഭവിക്കുന്ന വേദനകളെല്ലാം തന്നെ നെഗറ്റീവായിട്ട് മാറുന്നത്? ഭഗവാന്റെ അനുഗ്രഹം കുറയുമ്പോൾ. എപ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം കുറയുക? നമ്മുടെ മനസ്സിനെ നമ്മൾ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കുറവായിട്ട് കാണപ്പെടുന്നത്. ആ സമയത്താണ് നമുക്ക് ഒരുപാട് ടെൻഷനും ബുദ്ധിമുട്ടും നമ്മളുടെ ചിന്തകളിലും മൈൻഡിലും എല്ലാം തന്നെ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നത് ഭഗവാന്റെ അനുഗ്രഹം കുറയുമ്പോഴാണ്. ഇതിനെന്താണ് മാർഗം? നമ്മുടെ മനസ്സിൽ നമ്മൾ നെഗറ്റീവ് ചിന്തകൾ മാറ്റി പോസിറ്റീവ് ചിന്തയാക്കാൻ എന്താണ് മാർഗം? ഭഗവാന്റെ നാമങ്ങൾ കേൾക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുക, ഭഗവാന്റെ ശ്ലോകങ്ങൾ ചൊല്ലുക, ഭഗവാന്റെ നാമങ്ങൾ എഴുതുക, ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക, ഭഗവാനെ നമ്മളിൽ നിന്നും അകലാതെ ചേർത്ത് പിടിക്കുക. ഭഗവാൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്ക് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവില്ല. ഓൺലി പോസിറ്റീവ് മൈൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതൊരു പ്രതിസന്ധി വന്നാലും നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എത്ര സങ്കടമാണെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഭഗവാൻ നമുക്ക് കാണിച്ചു തരും.